ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കൊറിയർ പത്തനംതിട്ടയിൽ നിന്നാണ്. അപ്പം ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതൊരു വാച്ചാണ്, ബോൾട്ടിന്റെ പൈറോ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം. ഇത് കസ്റ്റമർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് കൊറിയർ ചെയ്ത് തന്നതാണ്. ഇത് വാച്ചിന്റെ ഒറിജിനൽ ബോക്സിൽ തന്നെയാണ് ഇത് കൊറിയർ ചെയ്തിരിക്കുന്നത്. വാച്ച് ഓൾറെഡി ബാക്കൊക്കെ അഴിഞ്ഞ് കിടക്കാണ്, പക്ഷെ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇത് കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും വെള്ളം കയറിയിരിക്കണതാണ്. വെള്ളം കയറി കഴിയുമ്പോഴാണ് ആ ഒരു ഗമ്മൊക്കെ വിട്ടുപോണത്. ഇപ്പൊ നിലവിൽ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഭാഗ്യം കൊണ്ട് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഒന്നും വിട്ടുപോയിട്ടില്ല. അത് കട്ടായി പോയെങ്കിൽ പിന്നെ അത് ജമ്പർ ചെയ്യാനൊക്കെ ഒരുപാട് പൈസ ചിലവാകും. ഇപ്പൊ ഞാൻ ഇതിന്റെ വേർഷൻ കാണിച്ചു തരാം. ഈ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് സൈഡിലുള്ള ബട്ടണിൽ ഒരു സൈഡ് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഇതിന്റെ ക്രൗൺ വർക്ക് ചെയ്യുന്നില്ല. ഈ രണ്ട് കംപ്ലൈന്റ് ആണ് ഇതിനുള്ളത്. ഇപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഫിക്സ് ചെയ്തിട്ട് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഈ ഒരു സ്ട്രിപ്പിന്റെ അവിടെ നിന്ന് വരുന്ന ഒരു സംഭവം കണ്ട ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവമാണ് ഈ ക്രൗൺ മൂവ്മെന്റിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം നമ്മുടെ ബോഡിയിലുള്ള ഒരു സെൻസർ വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ക്രൗൺ മൂവ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാച്ചിലെ ആനിമേഷൻസ് കാണിക്കുന്നത്. ഇപ്പൊ ഭാഗ്യം കൊണ്ട് ഈ ഒരു സംഭവം അഴിഞ്ഞു പോയിട്ടില്ല. അതൊന്നും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ ബോർഡ് കാര്യങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ വലിയ കുഴപ്പങ്ങളില്ല, പക്ഷെ അത് നന്നായിട്ട് വെള്ളം കയറിയ ലക്ഷണങ്ങൾ പല ഭാഗത്തുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ക്രൗണിന്റെ സെൻസർ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫോൾട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻസറും LED-കളൊക്കെ വരുന്ന ഭാഗത്ത് വെള്ളം കയറി ആ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ബേൺ ആയി പോയതാണ്. അപ്പൊ നമുക്ക് ആ ഒരു സ്ട്രിപ്പിലുള്ള കണക്ഷൻസ് ഫുള്ള് ഇനി വർക്ക് ചെയ്ത് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പല ഭാഗത്തും ഈ ഒരു ഫംഗൽ പോലെ വന്ന് ഡാമേജ് ആയിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഫുള്ളായിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് ആ കട്ടായി പോയ കണക്ഷൻസും ഡാമേജ് ആയ കമ്പോണൻസ് ഒക്കെ മാറ്റി പഴയതുപോലെ ആക്കണം. ഇപ്പൊ നമ്മൾ ജമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം ഫുള്ള് കണക്ഷൻ നമ്മൾ ജമ്പർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സെൻസർ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളത് ആ ജമ്പർ ചെയ്ത ഭാഗങ്ങളൊക്കെ UV ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിട്ടുപോകാനൊക്കെ സാധ്യതകളുള്ളതുകൊണ്ട് UV ഇട്ട് നല്ല രീതിയിൽ തന്നെ ക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ റബ്ബർ ബാൻഡ് കഴിച്ച് സെറ്റായി കഴിയുമ്പോൾ ഞാനത് കാണിച്ചു തരാം എല്ലാത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. ഇതേപോലെ കംപ്ലൈന്റ് ഒക്കെ ആയ വാച്ചുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കത് ക്ലീൻ ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ അത് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സെൻസർ മാത്രം നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ല, കാരണം അത് നല്ല രീതിയിൽ ഡാമേജ് ആയി പോയി. സെൻസർ റീപ്ലേസ് ചെയ്താൽ മാത്രമാണ് അത് റെഡി ആവുള്ളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഈ രണ്ട് ബട്ടൺസ് യൂസ് ചെയ്യാം, അതുപോലെ ക്രൗൺ യൂസ് ചെയ്യാം. കോളിങ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ ഈ ക്രൗണിന്റെ വർക്കിങ്ങും ബട്ടന്റെ വർക്കിങ്ങും ഞാനിവിടെ കാണിച്ചു തരാം. ബട്ടൺസ് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്രൗണും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചാർജിങ് ഒക്കെ പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ചെക്ക് ചെയ്തു, കോളൊക്കെ ചെയ്ത് നോക്കി. മൈക്ക്, സ്പീക്കർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ കംപ്ലൈന്റുകൾക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.